മിനസ്സിഫിരി ഇല മുഖാവിലിൻ നാജിഹിൻ, പൂജ്യത്തിൽ നിന്നും വിജയിച്ച ഒരു സംരംഭകനിലേക്ക്. മിനസ്സിഫിരി, പൂജ്യത്തിൽ നിന്നും. സിഫർ മീൻസ് പൂജ്യം, സീറോ. സീറോയിൽ നിന്നും ഇല മുഖാവിലിൻ, ഒരു സംരംഭകനിലേക്ക്. നാജിഹിൻ, വിജയിയായ, വിജയിച്ച ഒരു സംരംഭകനിലേക്ക്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന് വലിയൊരു സംരംഭകനായി മാറിയ ഒരു വ്യക്തിയുടെ കഥയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇദ്ദേഹമാണത്. കാനത്ത് ഉസ്രത്തുഹു തുആനി മിൻ മറാറത്തിൽ ഫക്രി വൽ ഫാഖത്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെ കയ്പിനാൽ പ്രയാസപ്പെടുകയായിരുന്നു. കാനത്ത് ഉസ്രത്തുഹു, അദ്ദേഹത്തിൻ്റെ കുടുംബം, കാനത്ത് തുആനി, കഷ്ടപ്പെടുകയായിരുന്നു, പ്രയാസപ്പെടുകയായിരുന്നു. മിൻ മറാറത്തിൽ ഫക്രി, ദാരിദ്ര്യത്തിൻ്റെ കയ്പിനാൽ, ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീര് കുടിച്ച് പ്രയാസപ്പെടുകയായിരുന്നു അവർ. അൽ ഫക്ർ വൽ ഫാഖത്ത്, രണ്ടും ദാരിദ്ര്യം. വലിത, അതുകൊണ്ട് തന്നെ, ഇൽത്തുറൽ വലതു, ആ കുട്ടി നിർബന്ധിതനായി. ദാരിദ്ര്യം കൊണ്ട് ആ കുട്ടി നിർബന്ധിതനായി. എന്തിന്? അൻ യുൻഹിയ, അവസാനിപ്പിക്കാൻ, ദിറാസത്തുഹുർ റസ്മിയ, അവൻ്റെ ഔദ്യോഗിക വിദ്യാഭ്യാസം, ഫിസ്സനത്തെ സാനിയത്തിൽ ഇബ്തിദാഇയത്തി, പ്രൈമറി തലത്തിൽ 2ാം വർഷം തന്നെ. അതായത് സ്കൂളിൽ ചേർന്ന് 2 വർഷം കഴിയുമ്പോഴേക്കും ദാരിദ്ര്യം കാരണം പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. വക്കാന യുഹിബുൽ അമലവ തിജാറത്ത, അദ്ദേഹം കച്ചവടത്തെയും ജോലി ചെയ്യുന്നതിനെയും, അമലും കച്ചവടവും ഇഷ്ടപ്പെട്ടിരുന്നു അവൻ, ആ കുട്ടി. മുൻപ് നുആമത്തി അൽഫാരിഹി, തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ. നുആമത്തു അൽഫാർ മീൻസ് ചെറുപ്രായം. ചെറുപ്രായത്തിൽ തന്നെ ജോലി ചെയ്യാനും കച്ചവടം ചെയ്യാനും ഒക്കെയുള്ളൊരു ആഗ്രഹം, ഒരു ഇഷ്ടം അവനിലുണ്ടായിരുന്നു. വയംലിക്കുൽ ഹിമ്മത്ത വൽ അസീമത്ത വസിഖത ബിൻ നഫ്സി, അവന് ഹിമ്മത്ത്, അഭിലാഷവും, അസീമത്ത്, ദൃഢനിശ്ചയവും, സിഖത്ത് ബിൻ നഫ്സ്, കോൺഫിഡൻസ്, ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. വയംലിക്കു, അവൻ ഉടമപ്പെടുത്തിയിരുന്നു, അവനുണ്ടായിരുന്നു. അൽ ഹിമ്മത്ത്, അഭിലാഷം, ആഗ്രഹം, വൽ അസീമത്ത്, ദൃഢനിശ്ചയം, വസിഖത്ത് ബിൻ നഫ്സ്, പിന്നെ ആത്മവിശ്വാസം, കോൺഫിഡൻസ്, ഇതൊക്കെ അവന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ബദ അൽ വലതു യഅമലു ഹമ്മാലൻ, അങ്ങനെ പഠനമൊക്കെ ഉപേക്ഷിച്ചു അല്ലേ, ദാരിദ്ര്യം കാരണം. പിന്നീട് ആ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഹമ്മാലായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ബദ, തുടങ്ങി, അൽ വലതു, ആ കുട്ടി തുടങ്ങി. ബദ യഅമലു, ജോലി ചെയ്യാൻ തുടങ്ങി. ഹമ്മാലൻ, ചുമട്ടുകാരനായിട്ട്, ഒരു ചുമട്ടുകാരനായി ജോലി ചെയ്യാൻ തുടങ്ങി. എപ്പോഴാണത്? ഫിത്താസിഇ മിൻ ഉംരിഹി, തൻ്റെ 9ാമത്തെ വയസ്സിൽ. 9ാമത്തെ വയസ്സിൽ ചുമട്ടുകാരനായി ജോലി ചെയ്തു. സുമ്മ ഹാരിസൻ, പിന്നീട് കാവൽക്കാരനായി ജോലി ചെയ്തു. വതൊബ്ബാഹൻ, പിന്നെ കുക്കായിട്ട്, പാചകക്കാരനായി ജോലി ചെയ്തു. ഹത്ത ജറബ മിഹനൻ മുഖ്തലിഫത്തൻ, അങ്ങനെ വിവിധ ജോലികൾ അദ്ദേഹം പരീക്ഷിച്ചു. ജറബ, അദ്ദേഹം പരീക്ഷിച്ചു. മിഹനത്തുൻ ജമ മിഹൻ, ജോലികൾ. മുഖ്തലിഫത്തൻ, വ്യത്യസ്തമായ പല ജോലികളും അദ്ദേഹം പരീക്ഷിച്ചു നോക്കി. വക്കാന ഷഗഫുഹു വനസീബുഹു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ യോഗവും, അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണോ എഴുതി വെച്ചത് അത് എന്ന് പറയില്ല, അതാണ് നസീബ്, അദ്ദേഹത്തിന് കിട്ടേണ്ടത്. അദ്ദേഹത്തിൻ്റെ നസീബും അദ്ദേഹത്തിൻ്റെ ഷഗഫും, അഭിനിവേശം, അദ്ദേഹത്തിൻ്റെ താല്പര്യം ഒക്കെ എന്തിലായിരുന്നു? മുത്തറക്കിസൈനി അല മജാലി തിജാറത്തി, കച്ചവട രംഗത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും കച്ചവടമാണ്, അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചതും കച്ചവടം തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ ഒരാൾക്ക് കച്ചവടം തുടങ്ങാൻ കഴിയില്ലല്ലോ, അതിനെന്ത് വേണം? മൂലധനം വേണം അല്ലേ, കുറേ പണം വേണം. ആ പണം ഉണ്ടാക്കാൻ ആദ്യം പല ജോലികളും ചെയ്യേണ്ടി വരും. അങ്ങനെ ഇദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ 9ാം വയസ്സ് മുതൽ പല ജോലികളും ചെയ്തു വന്നു. എന്നിട്ടോ ജമ ബഅലൻ നുഖൂദി, അദ്ദേഹം കുറച്ചു പണം ഒരുമിച്ച് കൂട്ടി, സ്വരുക്കൂട്ടി വെച്ചു. മിൻ കസ്ബി അമലിഹി, തൻ്റെ ജോലിയുടെ സമ്പാദ്യത്തിൽ നിന്നും, ജോലി ചെയ്ത് കിട്ടുന്ന പണത്തിൽ നിന്നും കുറച്ച് അദ്ദേഹം ശേഖരിച്ച് വെച്ചു. വഫ്തതഹ അവ്വല മഹല്ലിൻ തിജാരിയിൻ, അങ്ങനെ അവൻ തൻ്റെ ആദ്യത്തെ കച്ചവട സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു, തുറന്നു. ആദ്യത്തെ കച്ചവട സ്ഥാപനം തുടങ്ങി. ഫി ആമി 1933
അർബഈന മീലാദിയ 1943 അദ്ദേഹം തൻ്റെ ആദ്യ കച്ചവട സ്ഥാപനം ഓപ്പൺ ചെയ്തു. 29 അദ്ദേഹം ജനിച്ചത്. പിന്നെ അപ്പോൾ 14 വയസ്സിൽ അദ്ദേഹം കച്ചവട സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. വലാക്കിന്നഹു ഇൽത്തുറ ലിബൈഇഹി, എന്നാൽ അദ്ദേഹം അത് വിൽക്കാൻ നിർബന്ധിതനായി. ലിയദ്ഫ തകാലിഫ സവാജിഹി, തൻ്റെ വിവാഹ ചിലവുകൾ വഹിക്കാൻ വേണ്ടി. ലിയദ്ഫ പേ ചെയ്യാൻ വേണ്ടി. തക്കാലീഫ സവാജിഹി വിവാഹ ചിലവുകൾ പേ ചെയ്യാൻ വേണ്ടി ഈ കച്ചവട സ്ഥാപനം വിൽക്കാൻ നിർബന്ധിതനായി. പിന്നെയോ ഷാറക ഹാദ ഷാബു, ഈ യുവാവ് പങ്കുചേർന്നു. മ അഹീഹി, തൻ്റെ സഹോദരൻ്റെ കൂടെ. ഫി അമലിഹി തിജാരി, കച്ചവട ജോലിയിൽ, കച്ചവടത്തിൽ സഹോദരൻ്റെ കൂടെ ചേർന്നു. ഏത് കച്ചവടത്തിൽ? ഫി മജാലി സിറാഫത്തി, പണമിടപാട് കച്ചവടം, പണ കൈമാറ്റ കച്ചവടത്തിൽ. വ അസസ അൽ അഹവാനി, 2 സഹോദരന്മാരും കൂടെ സ്ഥാപിച്ചു. ശരിക്കത്തൻ, ഒരു കമ്പനി സ്ഥാപിച്ചു. ലി സിറാഫത്തി, പണക്കൈമാറ്റത്തിനുള്ള കമ്പനി. ലി ഖിദ്മത്തിൽ ഹുജ്ജാജി വൽ മുഅ്തമിരീൻ, ഹുജ്ജാജ് മീൻസ് ഹജ്ജ് ചെയ്യുന്നവർ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നവർ. വൽ മുഅ്തമിരീൻ, ഉംറ ചെയ്യാൻ വേണ്ടി വരുന്നവർ. ഉംറക്കും ഹജ്ജിനും വേണ്ടി വരുന്ന അന്യദേശക്കാരായ ആളുകളുടെ സേവനത്തിന് വേണ്ടി ഒരു പണക്കൈമാറ്റ കമ്പനി ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെ സ്ഥാപിച്ചു. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് സൗദിയിലെ പണവും അതേപോലെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നവർക്ക് ഇന്ത്യൻ പണവുമൊക്കെ, ഇന്ത്യൻ പണം മീൻസ് മറ്റു രാജ്യക്കാരുടെ അവരവരുടെ രാജ്യക്കാരുടെ പണവുമൊക്കെ നൽകുന്ന ഒരു സ്ഥാപനം, ഒരു ധനകാര്യ സ്ഥാപനം. അത് ഇദ്ദേഹം തുടങ്ങി, ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെ. പിന്നീടാണത് ഒരു ബാങ്കായിട്ട് മാറിയത്. ഓക്കെ, ഇനി ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഇത് മുഴുവൻ വായിക്കാം. തുല്ലാബി അൽ അഇസ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹൽ താരിഫുന മൻ കാന ഹാദർ റജുലു നാജിഹു ഫി തിജാറ, കച്ചവടത്തിൽ വിജയിച്ചവനായ ഈ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നഅം, അതെ. ഇന്നഹു അഷേഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അർ റാജിഹി, അദ്ദേഹം അഷേഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് റാജിഹിയാണ്. ആരാണ് അദ്ദേഹം? മുഅസ്സിസു അവ്വലി മസ്റഫിൻ ഇസ്ലാമിയിൻ ഫിൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ, സൗദി അറേബ്യയിലെ ആദ്യത്തെ ഇസ്ലാമിക് ബാങ്കിൻ്റെ സ്ഥാപകനായ അബ്ദുൽ അസീസ്, സുലൈമാൻ ബിൻ അബ്ദുൽ അസീസാണ് അത്. അതായത് ചെറുപ്പത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ഉയർന്നു വന്ന ആ കുട്ടിയാരാണ്? പിന്നീട് ആദ്യത്തെ ഇസ്ലാമിക് ബാങ്ക് സൗദിയിൽ തുടങ്ങിയ അത്രയും വലിയ സംരംഭകനായി മാറിയ അബ്ദുൽ അസീസ്, സുലൈമാൻ ബിൻ അബ്ദുൽ അസീസാണ്. ഓക്കെ, പിന്നെ വഖഫ നിസ്ഫ മാലിഹി, തൻ്റെ ധനത്തിൻ്റെ പകുതി അദ്ദേഹം വഖഫ് ചെയ്തു. വഖഫ് ചെയ്യലറിയില്ലേ? നീക്കി വെക്കുക. ഇസ്ലാമിൽ പൊതു സ്വത്തായി അല്ലെങ്കിൽ ദീനിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വത്തായി നീക്കി വെക്കും, മാറ്റിവെക്കും, വഖഫ് ചെയ്യുക എന്നാണ് പറയുക. അങ്ങനെ വഖഫ് ചെയ്തു തൻ്റെ പകുതി ധനം. ലിൽ അമാലിൽ ഖൈരിയത്ത്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഫി മുഖ്തലിഫിൽ മജാലാത്ത്, വിവിധ രംഗങ്ങളിൽ പലതരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ, പലതരം നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ പകുതി ധനവും അദ്ദേഹം മാറ്റിവെച്ചു. നറല്യോമ, ഇന്ന് നമുക്ക് കാണാം. മുഅസ്സസാത്തിൻ ഖൈരിയത്തൻ മുതഅദ്ദിദത്തൻ ബിസ്മിഹി, അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം ചാരിറ്റി സ്ഥാപനങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഫി ജമീ നവാഹി അൽ മംലക്കത്തിൽ അറബിയത്ത് സൗദിയ, സൗദി അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി ചാരിറ്റി സ്ഥാപനങ്ങൾ ഇന്ന് നമുക്ക് കാണാം. അത്രയും ഇൻഫ്ലുവൻസ് നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇൻഫ്ലുവൻസ്ഡായ, അതായത് പിൻതലമുറ അത്രയും സ്വാധീനം ഉൾക്കൊണ്ട വ്യക്തിയാണ് അദ്ദേഹം. വലിദ ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അർ റാജിഹി ഫി 30 മിൻ ഷഹ്രി നവംബർ സന 1920 മീലാദി, 1929 നവംബർ 30 അദ്ദേഹം ജനിച്ചത്. ഫിൽ ഖസീം ബി സൗദിയത്ത്, സൗദിയിലെ ഖസീം എന്ന പ്രദേശത്ത്. വാലിദുഹു അബ്ദുൽ അസീസ് ബിൻ സാലിഹ് റാജിഹി, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ അസീസ് ബിൻ സാലിഹിൻ അർ റാജിഹിയാണ്. അക്രമത്തുഹു അൽ മംലക്കത്തു, ഇദ്ദേഹത്തെ സുലൈമാൻ ബിൻ അബ്ദുൽ അസീസിനെ അൽ മംലക്കത്ത് മീൻസ് സൗദി അറേബ്യ അക്രമത്ത് ആദരിച്ചു.
എങ്ങനെ? ബിമൻഹി ജായിസത്തിൽ മലിക് ഫൈസൽ അദ്ദൗലിയ. അൽ മലിക് ഫൈസൽ, കിങ് ഫൈസൽ ഇൻ്റർനാഷണൽ അവാർഡ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സൗദി അറേബ്യ ആദരിച്ചു. എന്തിനു വേണ്ടി? തഖ്ദീറൻ ലി ഖിദ്മാത്തിഹി, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്കുള്ള അംഗീകാരമായിക്കൊണ്ട്. തഖ്ദീറൻ അംഗീകാരമായിക്കൊണ്ട്, ലി ഖിദ്മാത്തിഹിൽ ജലീലത്തി, അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനങ്ങൾക്കുള്ള അംഗീകാരമായിക്കൊണ്ട് ഈ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അതായത് സൗദിയിലെ ഏറ്റവും വലിയ അവാർഡാണത്. ഫി മജാലിൽ അമാലിൽ ഖൈരിയത്തി, ചാരിറ്റി പ്രവർത്തന മേഖലയിൽ. അതേപോലെ വേറെ ഏതൊക്കെ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ? ചാരിറ്റി മേഖലയിലും. പിന്നെ അതേപോലെ വതഅസീസിഹി അവ്വല മസ്റഫിൻ ഇസ്ലാമിയൻ, ആദ്യമായിട്ട് സൗദിയിൽ ഇസ്ലാമിക് ബാങ്ക് സ്ഥാപിച്ചതിനാലും. വതൻഫീദ് മശാരി വത്നീയത്തിൻ മുത്തനവ്യത്തിൻ, രാജ്യത്തിൻ്റെ വിവിധ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിയതിനാലും, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിനാൽ ആദരമായിക്കൊണ്ട് അദ്ദേഹത്തിന് കിങ് ഫൈസൽ ഇൻ്റർനാഷണൽ അവാർഡ് അദ്ദേഹത്തിന് നൽകി. തുവഫിയ ഫി ഇസ്നെ അഷറ മിൻ ഫെബ്രുവരി ആമ 2011 മിലാദിയ, 2011 ഫെബ്രുവരി 12 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, ഇനി ഇതിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിമ ഇൽത്തുറൽ വലതു, എന്തുകൊണ്ടാണ് കുട്ടി നിർബന്ധിതനായത്? അൻ യുൻഹിയ ദിറാസത്തുഹു അർ റസ്മിയത്ത, തൻ്റെ ഔദ്യോഗിക പഠനം ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് കുട്ടി നിർബന്ധിതനായത് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം അൽ വലതു ഇൽത്തുറ, അല്ലെങ്കിൽ ഇൽത്തുറൽ വലതു, കുട്ടി നിർബന്ധിതരായി. ആദ്യം ഇൽത്തുറ വെച്ചു, ഫേൽ ആദ്യം വെച്ച് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഇൽത്തുറൽ വലതു, കുട്ടി നിർബന്ധിതനായി. അന്യുൻഹിയ ദിറാസത്തഹു, അന്യുൻഹിയ ദിറാസത്തഹു അർ റസ്മിയത്ത്, തൻ്റെ ഔദ്യോഗിക പഠനം അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി. ബി സബബിൽ ഫക്കരി, ദാരിദ്ര്യം കാരണം. ബി സബബിൽ ഫക്കരി, ദാരിദ്ര്യം കാരണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. മതഫ്തഹൽ വലതു അവ്വല മഹല്ലിൻ തിജാരിയിൻ, കുട്ടി എപ്പോഴാണ് ആദ്യത്തെ കച്ചവട സ്ഥാപനം തുറന്നത്? എപ്പോഴാണ്? ഇഫ്തഹൽ വലതു അവ്വല മഹല്ലിൻ തിജാരിയിൻ ഫി ആമി 1943 മീലാദിയ, 1943. ഓക്കെ, അടുത്ത ചോദ്യം. മൻ കാന ശരീക്കഹു ഫി മജാലി സിറാഫത്തി, പണം കൈമാറ്റ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പങ്കാളി ആരായിരുന്നു? സഹോദരനായിരുന്നു അല്ലേ? കാന അഹൂഹു ശരീക്കഹു ഫി മജാലി സിറാഫത്തി, സിറാഫത്ത് രംഗത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പങ്കാളി. ഇനി ഇവിടെ വേറെയും ചോദ്യങ്ങളുണ്ട്. മൻ ഹുവ മുഅസ്സിസു അവ്വലി മസ്റഫിൻ ഇസ്ലാമിയിൻ ഫി സൗദിയത്തി, സൗദിയിലെ ആദ്യത്തെ ഇസ്ലാമിക് ബാങ്കിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഇദ്ദേഹമാണല്ലേ, സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് അറാജിഹി. അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതുക. മൻഹുവ എന്നത് ഒഴിവാക്കുക, അതിന് പകരം സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് അറാജിഹി എന്ന് വെക്കുക. അപ്പോൾ ഇങ്ങനെ വായിക്കാം. സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് അറാജിഹി മുഅസ്സിസു അവ്വലി മസ്റഫിൻ ഇസ്ലാമിയൻ ഫി സൗദിയ, അദ്ദേഹമാണ് സൗദിയിലെ ആദ്യത്തെ ഇസ്ലാമിക് ബാങ്കിൻ്റെ സ്ഥാപകൻ, മുഅസ്സിസ് സ്ഥാപകൻ. അടുത്തത്. ഐന വുലിദ ഷെയ്ഖ് സുലൈമാൻ അബ്ദുൽ അസീസ് അറാജിഹി, അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന്. എവിടെയാണ് ജനിച്ചത്? സൗദിയിലെ ഖസീമിലാണ് അല്ലേ? അപ്പോൾ വുലിദ ഷെയ്ഖ് സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് അറാജിഹി ഫിൽ ഖസീം ബി സൗദിയ, സൗദിയിലെ അൽ ഖസീമിലാണ് അദ്ദേഹം ജനിച്ചത്. അടുത്ത ചോദ്യം. ലിമ കറമത്ഹു അൽ മമലക്കത്തു ബി മനഹി ജായിസത്തിൽ മലിക് ഫൈസലിൻ അദ്ദൗലിയ, രാജ്യം അൽ മംലക്കത്തുൽ അറബിയ സൗദിയ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് കിങ് ഫൈസൽ ഇൻ്റർനാഷണൽ അവാർഡ് നൽകി ആദരിച്ചത്? എന്തിനായിരുന്നു? അതിവിടെ ഉണ്ടല്ലേ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. അക്രമത്തുഹു അൽ മംലക്കത്തു, മംലക്കത്ത് അദ്ദേഹത്തെ ആദരിച്ചു. ബി മനഹി ജായിസത്തിൽ മലിക് ഫൈസൽ അദ്ദൗലിയ, ആ അവാർഡ് നൽകിക്കൊണ്ട്. തഖ്ദീറൻ ലി ഖിദ്മാത്തിഹി അൽ ജലീലത്തി, അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനങ്ങൾക്ക് അംഗീകാരമായിക്കൊണ്ട്. ഫി മജാലിൽ അമാലിൽ ഖൈരിയത്തി, ചാരിറ്റി രംഗത്തും. അതേപോലെ വതഅസീസ് അവ്വൽ മസ്റഫിൻ ഇസ്ലാമീൻ, ആദ്യത്തെ ഇസ്ലാമിക് ബാങ്ക് സ്ഥാപിച്ചതിലും. വതൻഫീദ് മശാരി വതനിയാൽ മുത്തനവ്യ, രാജ്യത്തിൻ്റെ വിവിധ
പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിയതുകൊണ്ടുമൊക്കെയാണ് അദ്ദേഹത്തെ ഈ അവാർഡ് നൽകി ആദരിച്ചത്. അയിന തുവഫിയ റാജിഹി, റാജിഹി എവിടെയാണ് മരണപ്പെട്ടത്? തുവഫിയ റാജിഹി ഫിർ റിയാൽ ബി സൗദിയ, സൗദിയയിലെ റിയാദിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, ഇനി നഖ്റൗ സീറത്ത് ദാത്തിയത്ത. സീറത്തു ദാത്തിയ എന്ന് പറഞ്ഞാൽ എന്താ? ജീവചരിത്രം. ജീവചരിത്രം നമുക്ക് വായിക്കാം. വനംല ഉൽ ബയാനത്തി ഷഖ്സിയ, എന്നിട്ട് ബയോഡാറ്റ പൂരിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് നേരത്തെ നമ്മൾ മേലെ വായിച്ചത്. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. അതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. ഒന്നാമത് അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം എന്താണ്? സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് അർ-റാജിഹി എന്ന് എഴുതുക. താരിഖുൽ മീലാദ് 30 നവംബർ 1929 മീലാദി എന്ന് എഴുതുക. ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ അബ്ദുൽ അസീസ് ഇബ്നു സാലിഹ് അർ-റാജിഹി. അൽ ജിൻസ് മീൻസ് ജെൻഡർ, ഏതാണ് ജെൻഡർ എന്ന്, അത് ദക്കർ. ദക്കർ മീൻസ് മെയിലും ഫീമെയിലും ഉണ്ടല്ലോ. ഫീമെയിലാണെങ്കിൽ ഉൻസ, മെയിലാണെങ്കിൽ ദക്കർ. അൽ ജിൻസിയത്തു, നാഷണാലിറ്റി ഏതാണ്? സൗദിയുൻ, അദ്ദേഹം സൗദിക്കാരനാണ്, സൗദി പൗരനാണ്. അൽ ഇൻജാസാത്ത്, അച്ചീവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മുഅസ്സിസുൻ ലി അവ്വൽ മസ്റഫിൻ ഇസ്ലാമീൻ ഫി സൗദിയ, സൗദിയയിലെ ആദ്യത്തെ ഇസ്ലാമിക് ബാങ്കിൻ്റെ സ്ഥാപകനാണ്. അൽ ജവായിസ്, അവാർഡ്സ്, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ എന്തൊക്കെയാണ്? ജായിസത്തുൽ മലിക് ഫൈസൽ അദ്ദൗലിയ ജായിസത്ത് അദ്ദേഹത്തിന് കിട്ടി. താരിഖുൽ വഫാത്ത് ഫെബ്രുവരി 12, 2011. ഓക്കെ, ഇങ്ങനെയാണ് ബയോഡാറ്റ ഫില്ല് ചെയ്യേണ്ടത്. ഇനി നുലാഹിൽ വനഫമു, നമുക്ക് നിരീക്ഷിക്കാം, മനസ്സിലാക്കാം. മസ്റഫുൻ ഇസ്ലാമിയൻ, ഇസ്ലാമിക് ബാങ്ക് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അതായത് പലിശരഹിതമായ ഇസ്ലാമിക ശരീഅത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇസ്ലാമിക് ബാങ്ക്. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഇസ്ലാമിക് ബാങ്ക് ഉണ്ട്. മുഅസ്സിസാത്തുൻ ഖൈരിയ, ചാരിറ്റി സ്ഥാപനങ്ങൾ, പാവപ്പെട്ട അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, മെയിനായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും അതേപോലെ രോഗികളായവർക്കുമൊക്കെ സഹായം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിനാണ് ചാരിറ്റി സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. മുഅസ്സിസാത്തുൻ ഖൈരിയ. ദിറാസത്തുൻ റസ്മിയ, ഔദ്യോഗിക വിദ്യാഭ്യാസം, ചെറുപ്രായത്തിലുള്ള വിദ്യാഭ്യാസം അല്ലേ, പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ ഔദ്യോഗിക വിദ്യാഭ്യാസമാണ്. അഷാബ് നാജിഹ്, വിജയിയായ യുവാവ്. അൽ അമാലുൽ ഖൈരിയ, ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഇനി ഇവിടെ നുക്മിലുൽ ഫറാഗ ബി സിഫത്തിൻ മുനാസിബത്തിൻ, അനുയോജ്യമായ ഒരു സിഫത്ത് വെച്ചുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാം. ഹാദ കിതാബുൻ എന്ന് കാണാം. ഹാദ കിതാബുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പുസ്തകമാണ്. അവിടെ കിതാബുൻ, പുസ്തകം എന്നതിന് അനുയോജ്യമായൊരു സിഫത്ത്, ഒരു വിശേഷണം വെക്കണം. ഇവിടെ മുഫീദുൻ എന്ന് വെച്ചിരിക്കുന്നു. മുഫീദുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരപ്രദമായ. അപ്പോൾ ഹാദ കിതാബുൻ മുഫീദുൻ, ഇതൊരു ഉപകാരപ്രദമായ പുസ്തകമാണ്. ഈ സിഫത്ത് എന്നതിന് മറ്റൊരു പേരാണ് നഅത്ത് അല്ലേ, നഅത്ത് എന്നാണ് പറയുക. സിഫത്തിനെ കൊണ്ട് നഅത്ത് എന്ന് പറയും ലാംഗ്വേജിൽ, നഹവിൽ അല്ലേ. നഅത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏതൊന്നിനാണോ നഅത്ത് വെച്ചിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ നഅത്ത് വെച്ചിരിക്കുന്നത് കിതാബിനാണ് അല്ലേ. കിതാബിനാണ് ഇവിടെ മുഫീദുൻ എന്ന നഅത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുഫീദുൻ എന്ന നഅത്ത് വെച്ചത് കൊണ്ട് കിതാബിന് ഇപ്പോൾ മൻഊത്താണ്. അപ്പോൾ ഇതിന് കിതാബിന് എന്ത് പറയും? മൻഊത്ത് എന്ന് പറയും. മുഫീദ് നഅത്ത്. അപ്പോൾ നഅത്തിൻ്റെ പ്രത്യേകത എന്താണ്? മൻഊത്തിനെ പോലെ തന്നെ ആയിരിക്കണം നഅത്തും. മൻഊത്തിൻ്റെ ഇറാബ് തന്നെ ആയിരിക്കണം നഅത്തിനും. മൻഊത്ത് മുദക്കറാണെങ്കിൽ നഅത്തും മുദക്കറായിരിക്കണം. മൻഊത്ത് മുഅന്നസ് ആണെങ്കിൽ നഅത്തും മുഅന്നസ് ആയിരിക്കണം. മൻഊത്തിൻ്റെ കൂടെ അലിഫ്ലാം ഉണ്ടെങ്കിൽ നഅത്തിനും അലിഫ്ലാം ചേർക്കണം. പിന്നെ മൻഊത്തിന് അലിഫ്ലാം ഇല്ല, തൻവീനാണെങ്കിൽ നഅത്തിനും തൻവീനായിരിക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിലും മൻഊത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ആയിരിക്കണം നഅത്തും. ഇവിടെ കിതാബുൻ എന്നത് ഖബറായതുകൊണ്ട് അതിൻ്റെ ഇറാബ് റഫ് ആണ്. അതുകൊണ്ടാണ് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകിയത് കാണാം, ലമ്മ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഅത്തിനെയും നമ്മൾ നഅത്തിൻ്റെ ഇറാബും റഫ് ആണ്. അതുകൊണ്ട് നഅത്തിൻ്റെ അവസാനത്തെ അക്ഷരമായ ദാലിന് ലമ്മ് നൽകിയിരിക്കുന്നു. ഓക്കെ, മറ്റെല്ലാ കാര്യത്തിലും ഒരേപോലെയാണ്. അലിഫ്ലാമില്ല, തൻവീനാണുള്ളത്.
പിന്നെ കിതാബ് മുദക്കറാണ്, അതുകൊണ്ട് മുഫീദും നഅത്തും മുദക്കറായി. അടുത്തത് നോക്കാം. ഇഷ്തറൈത്തുൽ കലമ, ഞാൻ പേന വാങ്ങി. ഒരു നഅത്ത് വെച്ച് കൊടുക്കൂ. അൽ ജദീദ, പുതിയ, ഞാൻ പുതിയ പേന വാങ്ങി. അൽ കലമ അതേപോലെയാണ് അൽ ജദീദയും ഉള്ളത്, ഒട്ടും മാറാൻ പാടില്ല. അൽ ജദീദീന്നോ അൽ ജദീദെന്നോ ഇടാൻ പാടില്ല. കലമ എന്നാണുള്ളത്, അപ്പോൾ ജദീദ. ഹാദിഹി ഹക്കീബത്തുൻ സഗീറത്തുൻ, ഇതൊരു ചെറിയ ബാഗാണ്. ഹക്കീബത്തിന് അനുയോജ്യമായൊരു നഅത്ത് വെച്ചിരിക്കുന്നു. ഹക്കീബത്ത് മുഅന്നസാണ്, അവസാനത്താ കാണാം അല്ലേ, അതുകൊണ്ട് തന്നെ നഅത്തിനും നഅത്തിനെയും മുഅന്നസാക്കി അവസാനം ഒരു താഴ് ചേർത്തുകൊണ്ട്. സഗീറുൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം സഗീറുൻ എന്നത് മുദക്കറാണ്. ഇവിടെ മന്നൂത്തായ ഹക്കീബത്ത് മുഅന്നസായതുകൊണ്ട് നഅത്തിനെയും മുഅന്നസാക്കണം, അപ്പോൾ സഗീറത്തുൻ എന്ന് പറയണം. പിന്നെ ഇഖ്താറ ദാരിസു അശംസിയത്തൽ കബീറത്ത, വിദ്യാർത്ഥി വലിയ കുട തിരഞ്ഞെടുത്തു. ഷംസിയ മീൻസ് കുട. അശംസിയത്ത അലിഫ്ലാമുണ്ട്, ഇപ്പുറവും അലിഫ്ലാമുണ്ട്. ഇവിടെ ഷംസിയത്ത് മുഅന്നസാണ്, അതുകൊണ്ട് നഅത്തിനെയും മുഅന്നസാക്കി. ഷംസിയത്തിൻ്റെ ഇറാബ് നസ്ബാണ്, അതുകൊണ്ട് നഅത്തിൻ്റെയും ഇറാബ് നസ്ബായി. ഇങ്ങനെ മൻഊത്തിന് എന്താണോ, മൻഊത്ത് എങ്ങനെയാണോ ഉള്ളത് നഅത്തും അതേപോലെ ആയിരിക്കണം. യെസ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം പഠിക്കാം.